ഹായ് എല്ലാവർക്കും ലിലീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സൺടാനൊക്കെ ആയിട്ട് ഒത്തിരി നന്നായിട്ട് കരുവാളിക്കുന്നല്ലേ. ഇപ്പോൾ നമ്മൾ കുട ചൂടി പോവുകയാണെങ്കിലും സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പോലും നന്നായിട്ട് കരുവാളിക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കരുവാളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ എത്രയും പെട്ടെന്ന് നമ്മളത് മാറാനുള്ളൊരു എന്താ പറയുക പ്രിക്വേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ മാറും. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വെയിൽ കൊള്ളുമ്പോൾ പിന്നെയും കരുവാളിക്കും. അങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ കളറ് നമ്മുടെ കളറ് മാറി. നമ്മൾ ചിലർ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൈയും കാലും മാത്രം വെളുത്തിരിക്കുക, മുഖം ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുക എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ കരുവാളിച്ച് അങ്ങനെ കറുത്തു പോകുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഫെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നവരെ കാര്യമല്ല പറയണേ. ഇപ്പോൾ പുറത്തോട്ട് പോയിട്ട് നമുക്ക് വെയിൽ കൊണ്ട് കരുവാളിച്ച് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതായിട്ട് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സുമിന എന്നാണ്. ഞങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയിട്ടുണ്ടാവും, അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം. എന്നാലാണ് ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം വേണ്ടത് റോസാണ്. ഏത് റോസായാലും കുഴപ്പമില്ല. പിന്നെ ചെറുനാരങ്ങ നീര് വേണം. പിന്നെ അതുപോലെ തന്നെ കടലമാവ് വേണം. കടലമാവ് എന്തായാലും വേണം. പിന്നെ അതിന് വേറെ ഓപ്ഷനില്ല. പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ മഞ്ഞളാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാൻ പോവാണ്. മിക്സിയിലിട്ടിട്ടല്ല, കല്ലിലിട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അരച്ചെടുത്തപ്പോൾ ദാ ഇങ്ങനെ ഒരു ഗ്രേ കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അത്രയ്ക്ക് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്സ് ചെയ്യാനായിട്ടുള്ള അത്രയ്ക്കും ചെറുനാരങ്ങ നീര്. സെൻസിറ്റീവ് സ്കിൻകാരാണെങ്കിൽ ചെറുനാരങ്ങ നീര് കുറച്ച് കുറവ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ മഞ്ഞൾ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് മഞ്ഞൾ ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് കാരണം ഞാൻ മഞ്ഞൾ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും മഞ്ഞൾ ആഡ് ചെയ്യാം. പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ടാവണം. ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലിട്ടിരിക്കുന്ന റോസ് ഏത് കളർ റോസായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ടിട്ടുള്ളതാണ്. ഇത് ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു എക്സ്ഫോലിയേറ്ററായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ ഡ്രൈ ആക്കാതെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ചെറുനാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. കടലമാവ് ടാൻ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഫേസിനെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് മഞ്ഞളാണ്. പച്ച മഞ്ഞളായാലും കുഴപ്പമില്ല, കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല. അത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലെമിഷസൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കുരു വന്നിട്ടുള്ള ആ കറുത്ത പാടൊക്കെ ഒന്ന് ഫീഡാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ. പക്ഷേ മഞ്ഞൾ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് അധികം താല്പര്യമില്ല. അത് കാരണം കൊണ്ടാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഒരു 20-25 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഒരു ജെൻ്റ്ലി റബ്ബ് ചെയ്തിട്ടാണ് ഞാനത് ചെറിയൊരു സ്ക്രബ് കൊടുത്തിട്ട്. ഇതിപ്പോൾ സെമി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് പോലെ നമുക്ക് ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ചെറുതായിട്ട് മാത്രം ഇട്ട് വന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഫേസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ടാനൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അതായത് ഒരു 90% ടാൻ നന്നായി റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ പിമ്പിൾ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.